जो हमारे औद्योगिक क्षेत्र में औद्योगिक इकाइयां और श्रमिकों के बीच में कई जगह कड़ी है संविदाकारों की, जिनको हम आउटसोर्सिंग एजेंसी भी कहते हैं, उनको मैं ये बताना चाहती हूँ, किसी भी उनके एम्प्लॉय या श्रमिक द्वारा कोई भी उपद्रवी व्यवहार किया जाता है या वायलेंस किया जाता है, उसके लिए जो आउटसोर्सिंग एजेंसी है उस पर भी कार्रवाई करी जाएगी, उनका लाइसेंस टर्मिनेट किया जाएगा और उनको ब्लैकलिस्ट भी किया जाएगा। വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം അത് അക്രമത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഈ ഔട്ട്സോഴ്സിംഗ് ഏജൻസികൾക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നതിലൂടെ എന്താണ് ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എന്താണ് അവസ്ഥ അവിടെ? ശ്രീജ, കഴിഞ്ഞ 2 ദിവസവും നോയിഡയിൽ ഈ തൊഴിലാളികളുടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് വാഹനങ്ങൾക്ക് ഉൾപ്പെടെ കല്ലേറ് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ തൊഴിലാളികൾ എന്ന് പറയുന്നത് ദിവസവേതനക്കാരാണ്. വളരെ തുച്ഛ ശമ്പളത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തി ജോലി ചെയ്യുന്ന ഇവരെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നൽകുന്നത് ചില റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴിയാണ്. അതാണ് നേരത്തെ ജില്ലാ കളക്ടറും സൂചിപ്പിച്ച ഔട്ട്സോഴ്സിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഇവരാണ് ആവശ്യാനുസരണം ഏത് കമ്പനിക്ക് എത്ര ആളുകളെ ആവശ്യമുണ്ടോ അവരെ എത്തിച്ച് നൽകുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ എത്തിച്ചു നൽകിയ കമ്പനിക്കും ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തൊഴിലാളികൾ ഏതെങ്കിലും വിധത്തിൽ അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടാൽ ഇവരെ എത്തിച്ചു നൽകിയിട്ടുള്ള ഏജൻസികൾ നടപടി നേരിടേണ്ടി വരും. അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്നീ മുന്നറിയിപ്പുകളാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഗൗതം ബുദ്ധനഗർ ജില്ലാ കളക്ടർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് 3ാം ദിനമായ ഇന്ന് കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും തന്നെ നോയിഡയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രധാനമായും പോലീസിന്റെ സുരക്ഷ ശക്തമാക്കിയ സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ ഇല്ലാതിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് തൊഴിലാളികൾ ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ്. കാരണം ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ ഈ നോയിഡയിലെ ഫേസ് 2 അതോടൊപ്പം തന്നെ സെക്ടർ 70, 80, 60 തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ വിവിധ ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇവർക്ക് ഇപ്പോൾ ജോലിയോ വരുമാനമോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൂടിയാണ് തൊഴിലാളികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജ, ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.